നമ്മുടെ ഫാൽക്കന്റെ പിള്ളേരുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്രിസ്മസ് ദിനത്തിൽ തന്നെ ചോദിച്ചു നോക്കാം. ക്രിസ്മസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പറ. നല്ല ഇതാണ്. ഇതിന്റെ ക്രിസ്മസിന്റെ ഓർമ്മകളെ കുറിച്ച് പറഞ്ഞാണ്. കോളേജിലെ ഓർമ്മകളാണ് വലുത്. അടിപൊളിയായിരുന്നു. കോളേജിൽ കേക്ക് കട്ട് ചെയ്യും, ആഘോഷിക്കും. ഓണത്തെക്കാളും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ക്രിസ്മസ് ആണ്. ഏത് കോളേജായിരുന്നു? പൽപ്പ് കോളേജ്. ഇതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായമല്ല, കുപ്പി എടുക്കുക, അടിക്കുക, ഇതൊക്കെ ചാനലിൽ വരുന്നതാണ്. ക്രിസ്മസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല ക്രിസ്മസ് ആണ്. അതല്ല, മൊത്തത്തിൽ ക്രിസ്മസിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പരിപാടി? എവിടാ? വീട്ടില് എന്തൊക്കെ പരിപാടിയാണ് നടത്തുന്നത്? ക്രിസ്മസിന് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ആന്ത് പറ്റി? എന്തില്ലായിരുന്നു? ഗുമ്മില്ലായിരുന്നു. ഈ വർഷം ക്രിസ്മസ് ഇല്ലേ? ഉണ്ടാക്കിയില്ല. ഓക്കെ. ഹായ് അപർണ. ക്രിസ്മസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ക്രിസ്മസ് എങ്ങനെയുണ്ട്? ഈ വർഷത്തെ ക്രിസ്മസ് എങ്ങനെയാണ് ആഘോഷിക്കാൻ പോണത്? ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പൊളിച്ചു. അതെന്ത് പറ്റി? ഞങ്ങളൊരു സ്ഥലം വരെ പോകാനായിട്ട് ഇരുന്നത്, പോക്ക് ക്യാൻസലായി. അപ്പൊ ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് എന്തിനാണ്? കോട്ടയമാണ് ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്. അവിടെ എന്താണ്? അമ്മാമ്മയുടെ വീട് അവിടെയാണ്. അവിടെയാണ് എല്ലാ വർഷവും ആഘോഷിക്കുന്നില്ലേ? ഓക്കെ. മിസ്റ്റർ വിമൽ, ക്രിസ്മസിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായം ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് എന്നുള്ളതാണ്. എല്ലാ വർഷത്തെ പോലും കുറച്ചു നേരം മിസ് ചെയ്യുന്നുണ്ട്. വലുതായിട്ട് ആഘോഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എന്താണ് ക്രിസ്മസിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം? മൊത്തത്തിൽ ക്രിസ്മസ് എങ്ങനെയാണ് നിനക്ക് ആലോചിക്കുമ്പോൾ? കളറാണ്. മൊത്തത്തിൽ കളറായിട്ടിരിക്കുന്നതാണ് ക്രിസ്മസ്. മൊത്തത്തിൽ കളറായിട്ടിരിക്കുകയാണ് ക്രിസ്മസ്. ഓക്കെ. പറ, ക്രിസ്മസിനെ കുറിച്ച് എന്താണ് നിന്റെ ഓർമ്മകള്? എല്ലാം ഉണ്ട്. ക്രിസ്മസ് അടിപൊളിയാണോ? ക്രിസ്മസ് എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? കേക്ക് മുറിച്ച് ആഘോഷിക്കും. ഇതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? വളരെ നല്ലൊരു കാര്യമാണ്. ആഘോഷിക്കണം, മിസ് ചെയ്യരുത്. എന്നാണ് എല്ലാം ആഘോഷിക്കണം. ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയുണ്ട് ക്രിസ്മസ് ഒക്കെ? കൊള്ളാം. ക്രിസ്മസിനെ കുറിച്ച് ഓർമ്മ വരുന്നത് എന്തിനാണ് നിനക്ക്? കരോളിന് പോകുമായിരുന്നോ? പോകുമ്പോ ആൾക്കാർ നല്ല വൈബായിരുന്നില്ലേ? ഈ വർഷം പോയാ? ഇന്നലെ പോയി. ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട് സഹകരണം? രാത്രി ലൈറ്റ് ഒക്കെ അണയ്ക്കുന്നവരുണ്ടോ? ഉണ്ട്. അവിടെ കയറൂലല്ലേ ഈ ലൈറ്റ് അണയ്ക്കുന്ന വീട്ടിലൊന്നും? പോവില്ലേ? കുറെ പേര് നല്ല ഗിഫ്റ്റ് ഒക്കെ തരും. ഫുഡൊക്കെ തരാറുണ്ടോ? ചിലർ തരും. ഓക്കെ. അപ്പോ മെരി ക്രിസ്മസ്. ഹലോ, എങ്ങനെയുണ്ട് ക്രിസ്മസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? നൈസായിരുന്നു. പുൽക്കൂടൊക്കെ നിർമ്മിച്ചാ? ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോ എന്താണ് ആദ്യം മനസ്സിൽ വരുന്നത്? എന്മാതിരി പ്രൊമോഷൻ ഇത് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഹായ്, ക്രിസ്മസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ക്രിസ്മസ് വളരെ നല്ലൊരു ഇതാണ്. അതെല്ലാവർക്കും അങ്ങനെ. ഏതാണത്? നീ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിച്ചത്? ഞാൻ പ്രത്യേകിച്ച് ആഘോഷിക്കില്ല. നാളെ പോസ്റ്റിങ്ങിന് പോയി ആഘോഷിക്കും. നാളെ പോസ്റ്റിംഗ് ആണ്. രോഗികളെ രക്ഷിക്കുമോ? അതെ. അതാണല്ലേ. കുട്ടി സിംഗിൾ ആണോ? സിംഗിൾ റെഡി ടു മിംഗിൾ. ചാനലിലെ പ്രേക്ഷകർ കണ്ടല്ലോ. കുട്ടി സിംഗിൾ അല്ലല്ലോ. കുട്ടിയെ ആൾറെഡി ഇതായി പോയി. അപ്പം കുട്ടിയുടെ പിറകെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടേക്ക്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരാ. കുട്ടി സിംഗിൾ ആണോ? അതെ. കുട്ടിയോ? സിംഗിൾ ആണ്. ഈ കുട്ടിയോ? സിംഗിൾ. റെഡി ടു മിംഗിൾ. ഈ കുട്ടി സിംഗിൾ ആണോ? ഈ കുട്ടി അന്നും ഇന്നും എന്നും സിംഗിൾ ആണ്. ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. റെഡി ടു മിംഗിൾ ആണോ? റെഡി ടു മിംഗിൾ. പ്രായമൊക്കെ കഴിഞ്ഞെങ്കിലും മിംഗിൾ ആവാം. 2024 സെക്കൻഡ് ഹാൻഡ് മതിയോ? ഫ്രഷ് നോക്കാം. പ്ലം കേക്ക് ആണ്. അകത്ത് പ്ലമ്മാണ്. അപ്പൊ നമ്മള് മറ്റൊരു ക്രിസ്മസ് കൂടെ ആഘോഷിക്കുകയാണ്. എല്ലാവരും വലിയൊരു സർപ്രൈസ് കിട്ടിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ക്രിസ്മസ് ആർക്കാണ് സമർപ്പിക്കുന്നത്? മേരിക്ക് വേണ്ടിയാണ് ഈ സ്പെഷ്യൽ ക്രിസ്മസ് സമർപ്പിക്കുന്നത്. അപ്പൊ
2024 എല്ലാവർക്കും വളരെ നല്ല വർഷമായിട്ട് സമൂഹത്തോട് ഞാനിവിടെ ഏറ്റവും മുതലായ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അവർ ഓരോരുത്തരും പോകുന്നത്. ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ്. സൂര്യക്ക് ഗോകുൽ ജോഷ് കൊടുക്കുകയാണ്. കൊടുത്തോ. ആ തുറന്നു നോക്കടാ. ആ എന്റെ പൊന്നോ മോനെ, ഡാർക്ക് എത്ര റണ്ണോട് കൊടുത്തേക്കുന്നത്. വേണ്ട, നിനക്കുള്ള ഗിഫ്റ്റാണ്. സന്തോഷായ? ആ അതാണ്. ഷമീർ. അടുത്തോട്ടില്ലേ ടോക്ക് വീട്ടിൽ പോയിട്ട് അടുത്തോട്ടില്ലേ നോക്ക് 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 വീഡിയോ തന്നെ. ആ പോട്ടെ പോട്ടെ, അടുത്ത് മാറ്. പൊട്ടിക്കണേ, ജോഷ് പൊട്ടിക്കട്ടെ. അടുത്ത നോക്ക് നോക്ക് നോക്ക്. പൊട്ടീര് 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 പൊട്ടീര്. സൂപ്പർ. ഓക്കെ. നന്ദുകാര് അനന്തു അനന്തു ആറൽ. നോക്കടാ നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ. ആ ഓക്കെ. നെക്സ്റ്റ് അനന്തു ഞാറാ. അപർണ സുരേഷ്. പൊട്ടിച്ചോക്ക് പൊട്ടിച്ചോക്ക്. എന്തായാലും നമുക്ക് പൊട്ടിച്ചോക്ക്. വളരെ സർപ്രൈസ് ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ആണോ നോക്കാം. എന്തായാലും ജംസ് ഇനി ഉണ്ടോ? ടേസ്റ്റ്. ആ അത് കൊള്ളാം. ഇനി എന്താണ്? സോപ്പ്. തുറന്നോക്ക് തുറന്നോക്ക്. ആ ഗോവിന്ദ്. ആ കൊടു കൊടു കൊടു. പൊട്ടിയിറ പൊട്ടിയിറ പൊട്ടിയിറ. ആ ഈ ഗോവിന്ദിനാര്? അപർണ. തുറന്നോക്ക് 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 തുറന്നോക്ക്. നോക്കട്ടെ, വെറൈറ്റി എന്തെങ്കിലും ആയിരിക്കും. സർപ്രൈസ് സർപ്രൈസ്. ഇനി അടുത്തത് ഞാനുണ്ട്. ആ ദേവിക്ക് വാ. ദേവിക്ക് ദേവിക്ക് ആരോട്? ആ നിഖില് നിഖില് കൂടെ. എന്തിനാണ്?
ഇനി തിരിച്ച് അവൻ തന്നെ കൊടു. അങ്ങോട്ട് ഇങ്ങോട്ട് സെയിം സാധനം തന്നെ കൊടുത്ത്. ഓക്കെ. Chatting. Hey!
അങ്ങനെ ഫാൽക്കൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് സെലിബ്രേഷൻസ് അവസാനിക്കുകയാണ്. ആഘോഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല, വീണ്ടും തുടരും. ഞങ്ങൾ ക്രിസ്മസിനായിട്ടുണ്ടാക്കിയ പുൽക്കൂട് മഞ്ഞു പെയ്യുന്ന ഡിസംബർ മാസത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പുൽക്കൂടാണ് ഞങ്ങൾ ഉണ്ടാക്കിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ക്രിസ്മസിൻ്റെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അലങ്കാരങ്ങൾ ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടയ്ക്കൽ ഫാൽക്കൺ സ്റ്റഡി ഹബ്ബും ഫാൽക്കൺ സ്റ്റഡി ഹബ്ബിലെ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും 1000 ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ നന്ദി.